അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് വെച്ച് ഒരു ഫ്രൈ ആണ്. 4 മണിക്ക് ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൈ ആണിത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് കൊടുക്കുക. തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് 2 പീസാക്കി കട്ട് ചെയ്യാം. നടുവേ 2 പീസായിട്ട് കട്ട് ചെയ്യാം. അതിന് ശേഷം ഒരു പീസ് എടുത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ പഴമെല്ലാം കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മധുരക്കിഴങ്ങ് മൊത്തമായി നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേ കട്ടി വേണം. ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്യരുത്. ഇവിടെ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരക്കിഴങ്ങിന് മധുരമുണ്ട്, അതുകൊണ്ട് 3 ടീസ്പൂൺ പഞ്ചസാര മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ പഴംപൊരിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. 1 കപ്പിന് 3/4 കപ്പോളം വെള്ളം വേണം. നന്നായി കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതേ തിക്നെസ് വേണം. ഒരു കടായി അടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് അത് നന്നായി ചൂടായെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ മാവിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ പൊങ്ങി വന്നിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇനി മീഡിയം തീയിൽ വെച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ ബാറ്ററിലേക്ക് ഓരോ പീസ് മധുരക്കിഴങ്ങും എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പഴംപൊരിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഫ്രൈ ചേർത്ത ഒരു 2 സൈഡും ഇങ്ങനെ മുക്കി കൊടുക്കുക. അതിനുശേഷം ആ ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. മീഡിയം തീയിൽ വെച്ച് ചുട്ടെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ മധുരക്കിഴങ്ങ് ഉള്ളു വേവില്ല. കുക്ക് ചെയ്യാത്ത മധുരക്കിഴങ്ങായതുകൊണ്ട് ഉള്ളു വെന്ത് കിട്ടണം. ഞാൻ ഇവിടെ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് 2 പീസ് മാത്രമേ ഇടുന്നുള്ളൂ. ഇതിനൊരു സൈഡായത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതേപോലെ എല്ലാ മധുരക്കിഴങ്ങും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണിത്. ഞാൻ ഇവിടെ എല്ലാ മധുരക്കിഴങ്ങും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പീസുമായി വരുന്നൊരു